ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിത് നോക്കാൻ പോകുന്നത് 2025 ജനുവരിയിലെ PSC ബുള്ളറ്റിനാണ്. ഇത് 2 വോളിയമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. 2024 ഏറ്റവും പ്രധാനപ്പെട്ട കുറേ പോയിന്റ്സ് അടങ്ങിയ ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്റാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. 10th മെയിൻ ഡിഗ്രി പ്രിലിംസിന് എന്തായാലും ഇതിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി പോയിന്റ്സ് ഇതിനകത്തുണ്ട്. നമുക്ക് പഠിക്കാം. മനസ്സിലാവുന്നവർ കമന്റ് ചെയ്യണം കേട്ടോ. നോക്കടാ. ഓക്കെ. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 2 സ്ഥലങ്ങളാണ് കുമരകവും ബേപ്പൂരും. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ഏതൊക്കെയാണ്? കുമരകവും ബേപ്പൂരും. രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നാഫിസ്, നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. ഒരു സ്ഥലത്ത് കുറ്റകൃത്യം നടത്തി വേറൊരു സ്ഥലത്തോട്ട് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നാഫിസ്. നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറലാണ് സദാനന്ദ് വസന്ത് ദാത്തെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിക. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിക. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതവ് ഘോഷ്. ആരാണ്? ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതവ് ഘോഷ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് AS രാജീവ്. ആരാണ്? AS രാജീവ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണ്? AS രാജീവ് ആണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ. ഓക്കെ. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് ആർക്കാണ്? പ്രൊഫസർ BR കാംബോജിനാണ് MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത്. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് ആർക്കാണ്? BR കാംബോജ്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ 2024 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? വൃന്ദാവൻ, ഉത്തർപ്രദേശിലാണ് പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ. സാധാരണ സൈനിക സ്കൂളിൽ ബോയ്സ് മാത്രമാണ്, പിന്നെ ബോയ്സിന്റെ കൂടെ കുറച്ച് ഗേൾസിനെ ആഡ് ചെയ്തെന്ന് തോന്നുന്നു. ഇതിവിടെ പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ സൈനിക സ്കൂളാണ്. 2024 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തർപ്രദേശിലെ വൃന്ദാവൻ. ഭരണഘടനാ ശില്പി BR അംബേദ്കറിന്റെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? വിജയവാഡ ആന്ധ്രാപ്രദേശിലാണ്. ആരുടെ? അംബേദ്കറിന്റെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം അടൽ സേതു, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന് വിളിക്കുന്ന അടൽ സേതു പാലമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയത്. ഏറ്റവും നീളമേറിയ കടൽപ്പാലം എവിടെയാണ്? അടൽ സേതു, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസോർട്ട് പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? പെഞ്ച് ടൈഗർ റിസർവ്, മഹാരാഷ്ട്ര. 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തെരഞ്ഞെടുത്തത് ഇൻഡോറും സൂററ്റും. എപ്പോഴും സാധാരണ ഇൻഡോറും ഉണ്ട്, സാധാരണ എപ്പോഴും വൃത്തിയുള്ള നഗരമായിട്ട് ഇൻഡോർ ഉണ്ട്. കൂടെ ഇപ്പോൾ സൂററ്റും ഇൻഡോറുമാണ് സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി 2023 തെരഞ്ഞെടുത്തത്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ ശ്വേത K. സുഗതൻ. 2024 ഇപ്പോൾ ഇന്നലെ 2025 2 ദിവസമായി കഴിഞ്ഞേ ഉള്ളൂ. നമ്മൾ ഡെയിലി കറണ്ട് അഫേഴ്സ് ഇടുന്നുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡ് നടന്നതൊക്കെ. അപ്പോൾ ഇത് 2024 പിന്നെ ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ ഡെയിലി കറണ്ട് അഫേഴ്സ് എന്നും ഇടുന്നുണ്ട്. അപ്പം എൻ്റെ ചാനൽ നോക്കുന്നവർ ഡെയിലി
ഞാൻ ഇടുന്ന കറണ്ട് അഫയേഴ്സ് അതൊരു നോട്ടാക്കി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെലിഗ്രാമിലെ എല്ലാ ഇതും നോക്കി പേപ്പറിൽ നിന്നും എല്ലാം എടുത്തിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഷോർട്സ് ആയിട്ടും കറണ്ട് അഫയേഴ്സ് കൂടുതലാണെങ്കിൽ അത് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അത് എഴുതിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി അങ്ങ് പഠിച്ചു പോയാൽ നമുക്ക് മന്ത് എൻഡ് ആവുമ്പോൾ ഒരു ബർഡനായിട്ട് തോന്നൂല, ഒത്തിരി പഠിക്കേണ്ടി വരില്ല. ഇതങ്ങ് നമ്മൾ ഡെയിലി പഠിക്കുമല്ലേ. അപ്പം അതൊന്ന് നോക്കണേ. റിപ്പബ്ലിക് ദിന പരേഡ് ഞാൻ എന്താണ് പറഞ്ഞത്, 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ശ്വേത കെ സുഗതൻ. ഇന്ത്യയിലെ ആദ്യ AI നഗരം എവിടെയാണ് നിലവിൽ വന്നത്? ലക്നൗ ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം നിലവിൽ വരുന്നത്. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി 1950. ഓക്കെ, 2024 വജ്ര ജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം, ഈറോഡ്. തന്തൈ പെരിയാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈറോഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് പാറ്റ്നയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. നിലവിൽ വന്നു. ഇന്നലെ നമ്മളത്തെ CAയിൽ നമ്മൾ നോക്കിയായിരുന്നു. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കി നിലവിൽ വരികയും ചെയ്തു ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈഫൽ ടവർ, പാരീസ്. ലോകത്തിലെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരമായി ബാംഗ്ലൂർ. ഏറ്റവും ലോകത്തിൽ തന്നെ 6ാം സ്ഥാനമാണ് ഗതാഗത കുരുക്കിൽ. ഇന്ത്യയിലെ 1ാമത്തെ നഗരമാണ് ബാംഗ്ലൂർ. അന്തരിച്ച ഷാഹുൽ ഹമീദ്, ബംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞനാണ് AR റഹ്മാൻ. ഷാഹുൽ ഹമീദ്, ബംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം AI സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ ആരാണ്? AR റഹ്മാൻ. 2024 റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയമാണ് 75 രൂപ നാണയം. ഓക്കെ, കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക് ആണ്. കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ ആണ് പ്രീതി രജക്. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? നവി മുംബൈയിലാണ്. ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ തന്നെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈ. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവരാണ് PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ. ആരൊക്കെയാണ്? PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ. 4 പേർക്ക് മരണാനന്തര ബഹുമതിയായി എന്ത് ലഭിച്ചു? ഭാരതരത്ന ലഭിച്ചു. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനാണ് ആസാം സ്വദേശിനിയായ പാർവതി ബറുവ. പാർവതി ബറുവയ്ക്ക് പത്മശ്രീ 2024 ലഭിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ വനിത, ഇന്ത്യയിലെ തന്നെ ആദ്യ വനിത ആനപ്പാപ്പാനായ ആസാം സ്വദേശിയാണ് പാർവതി ബറുവ. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത് എവിടെ വെച്ചാണ്? പൊക്രാനിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത്. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സർവശക്തി. ഓപ്പറേഷൻ സർവശക്തി എന്താണ് ഓപ്പറേഷൻ സർവശക്തി? ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം. 2 ഓപ്പറേഷൻ പറഞ്ഞു. ഓപ്പറേഷൻ ഹെയ്ത്തിയിലെ ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള ദൗത്യം ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഓപ്പറേഷൻ സർവശക്തി
ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി. ഓപ്പറേഷൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസമാണ്. കരസേനയും വ്യോമസേനയും കൂടെ നടത്തുന്ന സൈനിക അഭ്യാസം എന്തെന്നറിയപ്പെടുന്നു? ഡബിൾ സ്ട്രൈക്ക്. എന്താണ്? ഡബിൾ സ്ട്രൈക്ക് എന്നറിയപ്പെടുന്നു. 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈന്യ അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ. രാജസ്ഥാനിൽ ഇപ്പോൾ രണ്ടെണ്ണം. വായു ശക്തി നടന്നത് രാജസ്ഥാനിലെ പൊക്രാനിലാണ്. ഇത് ഇന്ത്യയും UAEയുടെയും സംയുക്ത സൈനിക അഭ്യാസം ഡെസേർട്ട് സൈക്ലോൺ നടന്നത്. ഡെസേർട്ട് എന്ന് കേൾക്കുമ്പോഴേ അറിയാമല്ലോ, രാജസ്ഥാനിലാണ്. ഓക്കെ. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ്, എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. എക്സ്പോസാറ്റ് തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസറുകൾ തുടങ്ങിയവയുടെ പഠനത്തിന് എന്നാണ് വിക്ഷേപിച്ചത്? 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ചതാണ് എക്സ്പോസാറ്റ്, എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം കൂടിയാണ് എക്സ്പോസാറ്റ്. നെബുലകൾ, തമോഗർത്തങ്ങൾ എന്നിവയുടെ പഠനം മാത്രമല്ല, ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ടുമുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS GSLV F14. ഇന്നലെ നമ്മൾ പഠിച്ചല്ലോ ISROയുടെ 100ാമത്തെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം എന്തായിരുന്നു? NVS-02. വാഹനം ഏതായിരുന്നു? GSLV F15. NVS നാവിക ഉപഗ്രഹമായ NVS-02 ആണ് 100ാമത് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത്. ഇതെന്താണ്? കാലാവസ്ഥാ ഉപഗ്രഹം ഇൻസാറ്റ് 3DS GSLV F14. ഇൻസാറ്റ് 3DS ആണ്. ഫെബ്രുവരിയിലാണ് വിക്ഷേപിച്ചത്. കാലാവസ്ഥാ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS GSLV F14. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് POEM-3. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് POEM-3. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ. ഫുൾ ഫോം നോക്കണേ. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ POEM-3. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് ആർക്കാണ്? നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. രണ്ടാമത്തെ ധനമന്ത്രിയാണ്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവായ ബംഗാൾ ഗവർണറാണ് CV ആനന്ദബോസ്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ്, CV ആനന്ദബോസ്. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് പവൻ ധവലൂരി. മൈക്രോസോഫ്റ്റിന്റെ മേധാവിയായ ഇന്ത്യൻ വംശജനാരാണ്? പവൻ ധവലൂരി. അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗിക അതിക്രമമായി കണക്കാക്കാമെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് കൽക്കട്ട ഹൈക്കോടതി. അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗിക അതിക്രമമായി കണക്കാക്കാമെന്ന് വിധി പ്രഖ്യാപിച്ചത് ഏത് ഹൈക്കോടതിയാണ്? കൽക്കട്ട ഹൈക്കോടതിയാണ്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേരാണ് എന്ത്? ശിവശക്തി പോയിന്റ്. നമുക്ക് ഈ ചാപ്റ്റർ കൂടെ, ഈ പേജും കൂടെ നോക്കാം. ഓക്കെ, ഇത് സിമ്പിൾ അല്ലേ? നമ്മൾ 2024 നോക്കിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. എല്ലാം കിട്ടുന്നത് തന്നെയാണ്. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ പ്രീതി രജക്. പിന്നെന്താണ്? ഇൻസാറ്റ് 3DS കാലാവസ്ഥ ഉപഗ്രഹം. വാഹനം നോക്കിക്കോണം, GSLV F14. പിന്നെ NIA ഡയറക്ടർ സദാനന്ദ വസന്ത് ദാത്തെ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ AS രാജീവ്. പിന്നെ
പ്രധാനപ്പെട്ട ഓക്കെ കിട്ടും. കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ആർക്കാണ്? ബിൽ ഗേറ്റ്സിനാണ്. കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് നൽകുന്ന സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത്. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം. 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനമായി മധ്യപ്രദേശ്. പുള്ളിപ്പുലികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായി മധ്യപ്രദേശ്. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ ഡ്രഗ് ഗ്യാൽപ്പിന് അർഹനായത് ആരാണ്? നരേന്ദ്രമോദി. ദ ഓർഡർ ഓഫ് ദ ഡ്രഗ് ഗ്യാൽപ്പ്. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിച്ചത്? 2024 ചിപ്കോ പ്രസ്ഥാനത്തിന്റെ 2024 ഓക്കെ. ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ. ഭരണത്തിലിരിക്കെ അറസ്റ്റിലായ ആദ്യ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശമാണ് ബീഹാറിലെ ബെഗുസരായി. ലോകത്തിലെ തന്നെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശമാണ് ബെഗുസരായി, ബീഹാർ. ബെഗുസരായി ബീഹാർ. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296നെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത്? പ്രൊഫസർ ജയന്ത് മൂർത്തി. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296നെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത്? പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ പേരിലാണ് നാമകരണം ചെയ്തത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമാണ് യുവിക. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം എന്താണ്? യുവിക. ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് റോബോട്ടിനെ വികസിപ്പിച്ചത് IIT മദ്രാസ്. ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് റോബോട്ടിനെ വികസിപ്പിച്ചത് IIT മദ്രാസ്. ഓക്കെ. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1032. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1032. 1032. ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം നൗസേനാ ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ് നൗസേനാ ഭവൻ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. നൗസേനാ ഭവൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നൗസേനാ ഭവൻ ഡൽഹിയില്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗിക്കാൻ പറ്റുന്ന ബഹിരാകാശ വാഹനമാണ് ഏത്? പുഷ്പക്. ൽ വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റാണ് അഗ്നിബാൺ. നിർമ്മിച്ചത് അഗ്നികുൽ കോസ്മോസ് ആണ്. 2024 വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റാണ് അഗ്നിബാൺ. അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാനാവുന്ന വിക്ഷേപണ തറയുടെ പേരെന്തായിരുന്നു? ധനുഷ് എന്നായിരുന്നു പേര്. ഓക്കെ. അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീഹരിക്കോട്ടയിൽ നിർമ്മിച്ച ചലിപ്പിക്കാനാവുന്ന വിക്ഷേപണ തറയുടെ പേരായിരുന്നു ധനുഷ് എന്ന്.
2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച MIRV സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള മിസൈലാണ് അഗ്നി 5. മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച MIRV സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള മിസൈലാണ് അഗ്നി 5. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാതയാണ് സേലാ ടണൽ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത സേലാ ടണൽ അരുണാചൽ പ്രദേശിലെ തവാങ്കിനെയും ആസാമിലെ തേസ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. എന്താണ് സേലാ ടണൽ? സേലാ ടണൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ടണലാണ് സേലാ ടണൽ. നേരത്തെ നമ്മളൊന്ന് പഠിച്ചല്ലോ, എന്താണ് കടൽപ്പാലം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് അടൽ സേതു. ഇത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാതയാണ് സേലാ ടണൽ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാതയാണ് സേലാ ടണൽ. തവാങ്ങിനെയും ആസാമിലെ തേസ്പൂരിനെയും ബന്ധിപ്പിക്കുന്നു. 2024 മാർച്ച് നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല ബിച്ചോം. ബിച്ചോം എവിടത്തെ ജില്ലയാണെന്ന് ചോദിക്കാം. അരുണാചൽ പ്രദേശിലെ ജില്ലയാണ്. 27ാമത്തെ ജില്ലയാണ് ബിച്ചോം. അരുണാചൽ പ്രദേശിലെ ജില്ലയാണ്. മിസോറാം ഒക്കെ ഓപ്ഷനിൽ കാണും, നമുക്ക് കൺഫ്യൂഷൻ വരണ്ട. അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ലയാണ് ബിച്ചോം. ഇന്ത്യയിലെ ആദ്യ 8-വരി എലിവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ. ഡൽഹിയെയും ഗുരുഗ്രാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയിലെ ആദ്യ 8-വരി എലിവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന. പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഭാരത് ശക്തി. പൊക്രാനിൽ നടന്ന പൊക്രാനിലപ്പോൾ 3 ആയില്ലേ. പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്തായിരുന്നു? ഭാരത് ശക്തി. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? സാമ്പൽപൂർ, ഒഡീഷ. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ എവിടെയാണ് നിലവിൽ വന്നത്? സാമ്പൽപൂർ, ഒഡീഷ. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളമാണ് INS ജഡായു. എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിക്കാം. ലക്ഷദ്വീപിലെ മിനിക്കോയിലാണ് ഇന്ത്യ സ്ഥാപിച്ച നാവിക താവളമാണ് INS ജഡായു. ലോക്പാൽ അധ്യക്ഷനാരാണ്? AM ഖാൻവിൽക്കർ. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ആണ് ലോക്പാൽ അധ്യക്ഷൻ. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏതാണ്? ചോദിക്കാം. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ. ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടനാണ്. ദ കിങ് ഓഫ് മ്യൂസിക് ആരുടെ ജീവിതകഥയാണെന്ന് ചോദിക്കാം. ഇളയരാജയുടെ ആണ്. അതിൽ നായകൻ ആരാണ്? ധനുഷാണ്. ഒരു ധനുഷ് നമ്മൾ പറഞ്ഞല്ലോ എവിടത്തെ വിക്ഷേപണ തറയാണ്? ശ്രീഹരിക്കോട്ടയിൽ ചലിപ്പിക്കാനാവുന്ന വിക്ഷേപണ തറയുടെ പേരും ധനുഷ് എന്നായിരുന്നു. അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ആരാണ് നിർമ്മിച്ചത്? അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ചതാണ്. ധനുഷിന്റെ ഡാൻസ് ഓർമ്മിച്ചാൽ മതി, ചലിക്കുന്നത്. ഓക്കെ. 4 Stars of Destiny എന്ന പുസ്തകം എഴുതിയ മുൻ കരസേനാ മേധാവി. 4 Stars of Destiny ആരുടെ ബുക്കാണ്? MM നരവാനെ. മുൻ കരസേനാ മേധാവിയായ MM നരവാനയുടെ ബുക്കാണ് 4 Stars of Destiny. 2024 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്നു. 2025 ആരായിരുന്നു? പ്രാബാവോ സുബിയാന്തോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു. 2025 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി. 24 ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ. തമിഴ്നാടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രി കഴകം. അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ MP ആണ് ഷഫീഖുർ റഹ്മാൻ. ഏറ്റവും പ്രായം കൂടിയ MP ആയിരുന്നു ആര്? ഷഫീഖുർ റഹ്മാൻ.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ചാറ്റ് ജിപിടിയുടെ നിർമ്മാതാവുമായ ഓപ്പൺ എയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായത് പ്രഗ്യാ മിശ്ര. ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി ആരാണ്? പ്രഗ്യാ മിശ്ര. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് നൈമ ഖാത്തൂൺ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറാണ് ആര്? നൈമ ഖാത്തൂൺ. നൈമ ഖാത്തൂൺ. ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആദർശശില. ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആദർശശില. ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസമാണ് പൂർവി ലഹാർ. ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് നടത്തിയ നാവിക അഭ്യാസമാണ് പൂർവി ലഹാർ. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്ക്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് കവരത്തിയിലെ HDFC ബാങ്ക്. ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് നടത്തിയ നാവികാഭ്യാസം എന്താണ്? പൂർവി ലഹാർ. പൂർവി ലഹാർ ആണ് ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവികാഭ്യാസം. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്ക്. IMF റിപ്പോർട്ട് പ്രകാരം 2025ഓടെ ലോകത്തെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 4. IMFന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4. 2024 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമാണ് സുധീർ കാക്കർ. സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മനഃശാസ്ത്രകാരനായിരുന്നു എഴുത്തുകാരനുമായിരുന്നു സുധീർ കാക്കർ. 2024 ഏപ്രിലിൽ അന്തരിച്ചു. കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ന്യൂ പാമ്പൻ പാലം. കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ന്യൂ പാമ്പൻ പാലം. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഫാലിയസ് നരിമാൻ അന്തരിച്ചത് 2024 ഫെബ്രുവരി 21-നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോണേ. 2024 ഫെബ്രുവരി 21-നാണ് സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ ഫാലിയസ് നരിമാൻ അന്തരിച്ചത്. ഫാലിയസ് നരിമാന്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ആരുടെ ആത്മകഥയാണ്? ഫാലിയസ് നരിമാന്റെ. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ്. തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കുറേ പദ്ധതികളൊക്കെ ഉണ്ട്. ആപ്ലിക്കേഷനും കുറച്ച് പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ചത്. അതെല്ലാം നോക്കണം. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിന് വേണ്ടി അവതരിപ്പിച്ച ആപ്പാണ് സക്ഷം ആപ്പ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച ആപ്പാണ് സക്ഷം ആപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം ലംഘനം ഉൾപ്പെടെ ഉള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരായിരുന്നു സി വിജിൽ ആപ്പ്. പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വിജിലൻസിന്റെ ആപ്പ് സി വിജിൽ ആപ്പ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആപ്പ് സക്ഷം ആപ്പ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം എത്രയായിരുന്നു? തപാൽ വോട്ടിന്റെ പ്രായം 85 വയസ്സായിരുന്നു. ചോദിച്ചായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പ് വോട്ടേഴ്സ് ടേൺ ഔട്ട് ആപ്പ്. കുറെ ആപ്പ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, കുറെ ആപ്പ് ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കിയത്. സക്ഷം ആപ്പ് പറഞ്ഞു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട്. സി വിജിൽ ആപ്പ്, വിജിലന്റ് ആയിരിക്കണം എന്ന് പറയും, പെരുമാറ്റച്ചട്ടം ലംഘനം ഉൾപ്പെടെയുള്ള പരാതികൾ അറിയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്? വോട്ടർ ടേൺ ഔട്ട് ആപ്പ്, പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്പാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. നമുക്ക് ഈ 2 പേജ് ഇന്ന് നോക്കാം, ബാക്കി അടുത്ത ദിവസം നോക്കാം കേട്ടോ. ഒന്നുകൂടെ നോക്കാം.
ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത സേല ടണൽ എവിടെയൊക്കെയാണ്? തവാങ്ങിനെ, അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും ആസാമിലെ തേസ്പൂരിനെയും ബന്ധിപ്പിക്കുന്നു. പിന്നെ ബിച്ചോം എവിടത്തെ ജില്ലയായിരുന്നു? അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ലയാണ്. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ഫാലിയസ് നരിമാന്റെ ബുക്ക് ആത്മകഥ എന്താണ്? ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. ഓക്കെ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് നൈമ ഖാത്തൂൺ. INS ജഡായു എവിടെയാണ് സ്ഥാപിച്ചത്? ലക്ഷദ്വീപില്. ലക്ഷദ്വീപില് ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ നഗരം ബീഹാറിലെ ബെഗുസരായി. പിന്നെ അഗ്നിബാണിന്റെ വിക്ഷേപണ തറയുടെ പേര് ധനുഷ്. ഓക്കെ. ദ കിങ് ഓഫ് മ്യൂസിക് ആരുടെ ആയിരുന്നു? ഇളയരാജയുടെ ആയിരുന്നു. ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന സിനിമയുടെ നായകനാണ് ആര്? ധനുഷ്. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. സൈക്കോ അനാലിസിസിന്റെ പിതാവ് സുധീർ കാക്കർ. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായിട്ട് കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ. ഓക്കെ, ചക്ഷു പോർട്ടൽ. കിട്ടൂല്ലോ. പ്രൊഫസർ ജയന്തമൂർത്തിയുടെ പേരിലാണ് സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ പേരെന്നാണ് 2005 EX296. ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത് എവിടെയാണ്? IIT മദ്രാസ്. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1032. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. 1/2 മണിക്കൂറായി. താങ്ക് യു.